അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജെസ്സി ജോർജ്, മലമ്പുഴ സെൻറ്റ് ജോർജ് ഇടവാംഗമാണ്. എനിക്ക് കുറച്ച് ആഴ്ചകളായിട്ട് കാലിന് ഭയങ്കര വേദനയും ഒരു മിന്നുന്ന പോലത്തെ ഒരു ശക്തമായ വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ആ വേദന അങ്ങനെ സഹിച്ച് ഈശോയുടെ പീഡാസനത്തോട് ചേർത്ത് സഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദുഃഖാന തിരുനാളിൻ്റെ അന്ന് എനിക്ക് അതിശക്തമായ വേദന, എനിക്ക് കാലൊരു അടി പോലും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ കുർബാനയിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അച്ഛനിവിടെ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട് വചനം ഇങ്ങനെ അനേകം തവണ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാനും 16-12 വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ 1000 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് നിയോഗം വെച്ചു. അങ്ങനെ സൗഖ്യപ്പെട്ടിയ ഒരു രണ്ട് മാസം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുള്ളൂ എന്ന് ഞാൻ ഈശോയോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനൊരു തടസ്സമായിരുന്നു. മറ്റുള്ള വചനങ്ങളൊക്കെ ചൊല്ലാൻ പറ്റും, പക്ഷേ ഈ വചനം ഒരു 1000 പ്രാവശ്യം ചെല്ലണമെന്ന് വെച്ചിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ല. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ എനിക്കിവിടെ വരാനായിട്ട് പറ്റിയത്. ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന്. അച്ഛൻ പ്രാർത്ഥിച്ച് വിട്ടുവിടായിരുന്നു. അന്ന് ഞാൻ ഇവിടുന്ന് അന്ന് തന്നെ ബസ്സിൽ പോകുന്ന സമയത്ത് തന്നെ എനിക്കൊരു 53 പ്രാവശ്യം ചെല്ലാൻ പറ്റി. പിന്നെ വീട്ടിൽ പോയിട്ട് അന്നും പിറ്റേ ദിവസമായിട്ട് 1000 പ്രാവശ്യം ചൊല്ലി തീർത്തു. അതിനുശേഷം പിന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ വേദന കുറഞ്ഞു, പക്ഷേ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി യോഹന്നാൻ 10:10 വചനം ഒരു 500 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഞാൻ ആ വചനവും ഒരു 500 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് എൻ്റെ കാലിൻ്റെ വേദന ആ ഒരു മിന്നുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് മാറിക്കിട്ടി. യേശുവേ നന്ദി. പിന്നെ ഞാൻ കഴുത്തിന് എനിക്ക് ശക്തമായ വേദനയായിരുന്നു. അപ്പോൾ ആ വേദന വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതേ പെട്ടെന്ന് ഭയങ്കര ശക്തമായ വേദന, ഇങ്ങനെ കഴുത്തൊന്നും നേരെ പിടിക്കാനും പറ്റില്ല, ഒന്നിനെയും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു, ഈ കഴുത്തിന് ഭയങ്കര വേദന, ഒന്നും എങ്ങനെയും പിടിക്കാനും പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പോയിട്ട് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് വെഞ്ചിരിച്ച എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയെടുത്ത് പെട്ടെന്ന് തന്നെ എടുത്തിങ്ങനെ തടവി, ആ തേച്ച് ആ സെക്കൻഡ് തന്നെ സ്വിച്ച് ഇട്ടതുപോലെ വേദന അവിടെ നിന്നു. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായി. മെയ് മാസം 13-ാം തീയതി മാതാവിൻ്റെ തിരുനാൾ. മെയ് മാസത്തിൽ ഞാനിവിടെ വന്ന സമയത്ത് തിരുനാളിൻ്റെ ദിവസം ഇവിടെ അച്ഛൻ്റെ ക്ലാസ് കുർബാന ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം ദേഹത്ത് തളിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ലാസ് എടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ ക്ലാസ് എടുത്ത് അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഒരു വെള്ളം തളിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, ഇങ്ങനെ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാതാവിൻ്റെ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല സുഗന്ധം അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഞാനത് പറയാമെന്ന് വെച്ചിരുന്നു. പിന്നെ എനിക്കൊരു മടി. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇതേപോലെ അനുഭവം കിട്ടിയത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ പറയണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനത് പറയാതെ ഇരുന്നു. പക്ഷേ ഞാൻ പിന്നീട് എനിക്കിവിടെ വരുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായില്ല. അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനുശേഷം എനിക്കത് പിന്നീടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാനത് പറയാത്തത് കൊണ്ടാണോ എനിക്ക് വീണ്ടും ഇങ്ങനെ അനുഭവപ്പെടാത്തത്? അപ്പോൾ എന്നിട്ട് ഞാൻ വചനം എടുത്തു. അപ്പോൾ വചനം എടുത്തപ്പോൾ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് സാക്ഷ്യം പറയാനായിട്ട് വൈകിയത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് സാക്ഷ്യങ്ങൾ കിട്ടിയാൽ അത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. സാക്ഷ്യം പറയുകയല്ല ചെയ്യുന്നത്, ദൈവം എന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതേപോലെയുള്ള രോഗമുള്ളവർക്ക് അതേപോലെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. 1000 പ്രാവശ്യം ജ്ഞാനം 16-12 യോഹന്നാൻ 10:10 500 പ്രാവശ്യം ചൊല്ലി എൻ്റെ ഫലമായിട്ട് ശരീരത്തിൻ്റെ വേദനകൾ കർത്താവ് എടുത്ത് മാറ്റി. മറ്റുള്ളവരത് കേൾക്കുമ്പോൾ അതേപോലെ വചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടും. മത്തായിയുടെ ശേഷം 8-ാം അധ്യായം 16-17 തിരുവചനത്തിലാണ് നമ്മളത് കാണുന്നത്. ഈശോ രോഗികളുടെ മേൽ വചനം ഉപയോഗിച്ച് സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ.